ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. എങ്ങനെയുള്ള സ്നേഹമാണ്? അനന്ത സ്നേഹം. ജെറമിയ പ്രവചനം 31:3. അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. അനന്തമായ സ്നേഹം. അപ്പോൾ യേശുവിന്റെ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? അനന്തമായ സ്നേഹം. അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. അതിനാൽ നിന്നോടുള്ള എന്റെ സ്നേഹം ശാശ്വതമാണ്, പിൻവലിക്കപ്പെടാവുന്നതല്ല. നീ 10 കൽപ്പനയും ലംഘിച്ച് നിനക്കും എല്ലാവർക്കും നാശം ചെയ്തവനാണെങ്കിലും നീ എന്നിലേക്ക് തിരിഞ്ഞാൽ ഞാൻ നിന്നെ മഞ്ഞുപോലെ വെളുപ്പിക്കും. നിന്റെ പാപം കാൽവരി കുരിശിലെ ദൈവപുത്രന്റെ ചുടുനീളത്തിൽ ഞാൻ കഴുകി മാറ്റും. 1 യോഹന്നാൻ 1:7. എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1 യോഹന്നാൻ 1:7. ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധരാക്കും, നമ്മെ കഴുകി ശുദ്ധമാക്കും, അനേകായിരങ്ങളെ കഴുകി ശുദ്ധമാക്കും. യേശുവിന്റെ രക്തത്തിന്റെ വില, രക്ഷണീയ ശക്തി അനന്തമാണ്. ഒരു രഹസ്യ വെളിപാടില് ഫ്രാൻസില് ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുത്തിയ ഒരു പുസ്തകത്തില് യേശു പറയുന്ന ഒരു ഭാഗം ഇങ്ങനെ വായിച്ചത് ഞാൻ എന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. അതിതാണ്: രക്ഷിക്കാനുള്ള എന്റെ രക്തത്തിന്റെ ശക്തി അനന്തമാണ്. രക്ഷിക്കാനുള്ള എന്റെ രക്തത്തിന്റെ ശക്തി അനന്തമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കൊല്ലവും അമേരിക്കയിൽ ഒരു 1.5 മാസം 2 മാസം ധ്യാനിപ്പിക്കാൻ പോകാറുണ്ട്. 1992 മുതൽ. ഒരിക്കല് അമേരിക്കയിലും തിരിച്ചു പോരുമ്പോൾ വിമാനത്തില് എന്റെ അടുത്തിരുന്നത് ഒരു ജർമ്മൻ കുടുംബമാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയാം. ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്തിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോരുന്ന അവസരത്തില് പെട്ടെന്ന് ഒരു അറിയിപ്പ് കിട്ടി, എല്ലാവരും ബെൽറ്റ് ഇടണം, വിമാനം എയർ പോക്കറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. വലിയ പെട്ടെന്ന് പൊതിനോന്ന് താഴോട്ട് വീഴുന്നത് പോലെ ഒരു അനുഭവം. വിമാനം കടന്ന് ഇങ്ങനെ ഷർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അടുത്തിരുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, എടാ, ഇപ്പൊ ഈ വിമാനം ഒരു നിയന്ത്രണമില്ല, വലിയ കാറ്റും കൊടുങ്കാറ്റും പ്രശ്നമൊക്കെ വന്നു, നിയന്ത്രണത്തിൽ കിട്ടുന്നില്ല, അത് താഴോട്ട് നിയന്ത്രണം വിട്ട് പോവുകയാണെങ്കിൽ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. ചത്തുപോകുക രക്ഷയുള്ളെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ നിന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ കൊടുങ്കാറ്റ് ശാന്തമാകും. നിയന്ത്രണം വിട്ട പ്ലെയിൻ നിയന്ത്രണത്തിലേക്ക് വരും. കാരണം യേശുവിന്റെ നാമത്തിന് അനന്തശക്തിയുണ്ട്. മരിച്ചുയർത്ത കർത്താവ് പറഞ്ഞു, മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ പ്രവചനം 32, 26, 27. ജെറമിയ 32,
26, 27. ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ? എന്ന് പറഞ്ഞേ, ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവല്ലേ എനിക്ക് അസാധ്യമായിട്ട് വല്ലതുമുണ്ടോ? ഇങ്ങനെയുള്ള ദൈവവചനങ്ങള് ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം ഏറ്റു പറഞ്ഞാൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലെ എപ്പോഴും വഴക്കും തമ്മിത്തല്ലും ഉണ്ടാക്കുന്ന പിശാച് വിട്ടുപോകും. വചനം ഏറ്റു പറഞ്ഞാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു വിമാനത്താവളമാണ് JF ജോൺ എഫ് കെന്നഡി എയർപോർട്ട്. ആ വിമാനത്തിൽ നിന്ന് ഒരു വിമാനം പറന്നു പൊങ്ങി ആകാശത്തിന്റെ മണ്ടയിൽ എത്തി പറക്കുകയാണ്. പെട്ടെന്ന് ആയിരക്കണക്കിന് ചെറിയ പക്ഷികള് അതിനെ ക്രോസ് ചെയ്ത് പറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേതാനും പക്ഷികള് വിമാനത്തിന്റെ ചില ദ്വാരങ്ങളിലൂടെ അകത്തു പ്രവേശിച്ചു. വിമാനത്തിന്റെ 4 എഞ്ചിനും പ്രവർത്തിക്കാതെയായി. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, താഴോട്ട് വീണ് നശിച്ച് എല്ലാവരും കൂടെ ഒന്നെങ്കിൽ വെള്ളത്തിൽ എവിടെയെങ്കിലും വീണ് തകരുക. ആ വിമാനത്തിന്റെ പൈലറ്റ് ഒരു കത്തോലിക്കനായിരുന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു, ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് ദീ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇത് മാത്രം അയാൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. വിമാനം ഒരു പന്ത് പോലെ ഇയാളുടെ കയ്യിലിരുന്നു. ഇയാള് അനക്കാതെ അനങ്ങേല, താഴോട്ട് വീഴുകയില്ല. ഇയാള് സാവധാനം വിമാനത്തെ താഴോട്ട് താഴോട്ട് താഴോട്ടിറക്കി ഹഡ്സൺ നദിയിൽ കൊണ്ടുവന്നിറക്കി. ഹഡ്സൺ നദിയിൽ വന്നിറക്കുമ്പോ വിമാനം വെള്ളത്തിലേക്ക് താന്നു പോകണം. അത് താന്നുപോയില്ല. വിമാനം വെള്ളത്തിന്മേൽ നിൽക്കുകയാണ്. ആൾക്കാരെല്ലാം, യാത്രക്കാരും പിന്നെ വിമാനത്തിലെ ജോലിക്കാരും എല്ലാം പുറത്ത് വിമാനത്തിന്റെ ചിറകിൽ വന്ന് പിടിച്ചു നിന്നു. അപ്പോഴത്തേക്കും സുരക്ഷാ സൈന്യമെത്തി എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ശേഷമേ വിമാനം വെള്ളത്തിലേക്ക് താന്നുപോയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതെന്ത് കളിയാണിത്? കൃപ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അത് ദൈവവചനമാ, എഴുതപ്പെട്ട വചനമാ, പറയപ്പെട്ട വചനമാ. ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവം മറിയത്തോട് പറഞ്ഞ വചനമാ. ദൈവവചനത്തിന് അനന്തശക്തിയുണ്ട്. വിശ്വാസത്തോടെ ദൈവവചനം ഏറ്റുപറയുമ്പോൾ അനന്തശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത്, പണ്ടിൽ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിളിലെ പുസ്തകം യോഹന്നാന്റെ സുവിശേഷമായിരുന്നു. അതിനകത്തെ ദൈവിക വെളിപ്പെടുത്തലുകൾ കൊണ്ടല്ല, ഇതൊരു കവിത പോലെയാണ്, നല്ലൊരു കവിത പോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. മനോഹരമായ വാക്കുകൾ. അപ്പോ ആ യോഹന്നാന്റെ സുവിശേഷം എങ്ങനെയാ തുടങ്ങുന്നെന്ന് പറയാവോ? ആദിയിൽ വചനമുണ്ടായിരുന്നു. പറഞ്ഞേ, ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. ദൈവം അനന്തശക്തി, അനന്തജീവൻ,
സർവശക്തൻ വചനം ദൈവമായിരുന്നു. അപ്പൊ വചനത്തിന് എന്തുമാത്രം ശക്തിയുണ്ട്? അനന്തശക്തി. എങ്ങനെയാണ് ദൈവം ലോകം മുഴുവനെയും സൃഷ്ടിച്ചത്? ഉണ്ടാകട്ടെ എന്ന വചനത്താൽ. ഭൂമിയേക്കാൾ 1 കോടി മടങ്ങ് വലിപ്പം കൂടുതലുള്ള സൂര്യൻ, സൂര്യനേക്കാൾ വലിപ്പമുള്ള 10,000 കോടി നക്ഷത്രങ്ങൾ, അതിന് ചുറ്റും ഭൂമി, ചന്ദ്രനെ പോലെയുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും. എത്ര കോടിയാ? 10,000 കോടി നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കാത്തത് വേറെയും. എങ്ങനെ സൃഷ്ടിച്ചു? യേശു തമ്പുരാൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. ഫെബ്രുവരി 1:3 പറയുകയാണ്, അതേ വചനത്താൽ ഇന്നുവരെ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്തോനേഷ്യയില് ഈ ദിവസങ്ങളില് ഒരു വിമാനം തകർന്നു വീണു. ഉള്ളവരുടെ എല്ലാം മരിച്ചു. എന്നാൽ അതിനു മുമ്പ് തന്നെ പൈലറ്റ് അറിയിച്ചിരുന്നു, വിമാനം ഒരു പ്രതിസന്ധിയിലൂടെ പോവുകയാണ്, കാലാവസ്ഥ മോശമാണ്, വിമാനം വേറൊരു റൂട്ടിലൂടെ തിരിച്ചുവിടാൻ അനുവാദം വേണമെന്ന് ഇത് കൺട്രോൾ ചെയ്യുന്നിടത്തോട്ട് അറിയിച്ചിരുന്നു. പക്ഷേ യേശു എന്നുള്ളൊരു നാമം പറഞ്ഞിരുന്നെങ്കിൽ കാലാവസ്ഥ വഴിമാറിക്കൊടുക്കും. വേറൊരു നാമത്തിനും ആ ശക്തിയില്ല. യേശുവിന്റെ നാമം അനന്തശക്തി നാമമാണ്. ഞങ്ങള് ഈയിടെ ഓസ്ട്രേലിയയിൽ ധ്യാനിപ്പിക്കാൻ പോയി. എയർപോർട്ടിൽ വെച്ച് നമ്മുടെ ബാഗും എല്ലാം അവർ പരിശോധിക്കും. ഈ ഭീകരപ്രവർത്തനമൊക്കെ ഉള്ള കാലമായതുകൊണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ തെരേസിന്റെ പെട്ടിയിൽ അവരുടെ യന്ത്രമൊക്കെ ഇട്ട് തിരിച്ചു നോക്കി, വല്ല ബോംബോ വല്ലതും ഒക്കെ ഉണ്ടോന്നറിയാൻ. അപ്പോ ഒന്നുമില്ല, അവർക്കറിയാം. എന്നിട്ട് വെള്ളക്കാരനാ. വെള്ളക്കാരൻ ഒരു നല്ല വർത്തമാനം പറഞ്ഞു. എന്നാന്നറിയാം, നിങ്ങൾ ഇവിടെ കാലുകൊത്തിയ ഈ നിമിഷം മുതൽ ഓസ്ട്രേലിയയിലെ ക്ലൈമറ്റ് മാറി, കാറ്റും പെരുമഴയും മാറി. ഇന്നുവരെ ഭയങ്കര കാറ്റും മഴയുമായിരുന്നു. ഇത് കാറ്റും മഴയും മാറി. എന്തിനീ വെള്ളക്കാരൻ ഇത് ഞങ്ങളോട് പറയണം? ഇത് സത്യമാണ്, പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുന്നതാണ്. ഞങ്ങൾ പോരുന്നവരെ അവിടെ പെരുമഴയും കാറ്റുമില്ല. പക്ഷെ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് വിളിക്കുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്, ഭയങ്കര മഴയാണ്, ഭയങ്കര മഴയാ, കേരളം മുഴുവൻ ഇങ്ങനെ പറയുകയാണ്. ഞങ്ങൾ 24 ദിവസം കഴിഞ്ഞ് തിരിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നു. ഭയങ്കര മഴ മാറി. അതിന്റെ കാര്യം എന്താണ്? ഞങ്ങൾ വചനപ്രഘോഷകരാണ്. സ്വന്തം വചനമല്ല, ദൈവവചനം. ദൈവവചനത്തിന്റെ അനന്തശക്തി ദൈവം അയക്കുന്നിടത്തോട്ട് പോകുമ്പോഴെല്ലാം ഉണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം ലോകം മുഴുവനെയും പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. എന്തായിരുന്നു ആ പദ്ധതി? ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 പറയുകയാണ്, പാപം ചെയ്ത, ദൈവകൽപ്പന ലംഘിച്ച ആദത്തെയും ഹവ്വായെയും ദൈവം ശിക്ഷിച്ച് പർദീസായിൽ നിന്ന് പുറത്താക്കി. അവര് ഇനി അത്ര സുഖസൗകര്യത്തോടെ ജീവിക്കണ്ട, ഇനി നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ജീവിച്ചോ,
സുഖസൗകര്യങ്ങൾ കൂടിയപ്പോൾ ലംഘനം പെരുകി. അപ്പോ അവരോട് പറുദീസായിന്ന് പുറത്താക്കി. ഇനി നിന്റെ നെറ്റിയിലെ വേർപ്പുണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആദത്തിനെയും ഹവ്വായെയും പാപത്തിലേക്ക് പ്രേരിപ്പിച്ച, തിന്മയുടെ പ്രേരണ കൊടുത്ത് സാത്താനെ ശിക്ഷിക്കുന്ന അവസരത്തില് ഈശോ പറഞ്ഞത് എന്താണ്? നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ. അവളുടെ സന്തതി നിന്റെ തല തകർക്കും. അവളുടെ സന്തതി ആരാ? യേശു. അവളാരാ? പരിശുദ്ധ കന്യകാ മാതാവ്. ഹല്ലേലൂയ. സാത്താനോട് പറയുകയാണ്, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. അപ്പൊ സാത്താന്റെ പീഡകളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്നതിന് ഈ സ്ത്രീക്ക് എന്തോ ഒരു പങ്ക് വഹിക്കാനുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക്. സാധാരണ ഞങ്ങള് 3 നന്മ നിറഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അന്തരീക്ഷത്തിലെ പൈശാചിക പീഡകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങും. അതുകൊണ്ടാണ് പലപ്പോഴും 3 നന്മ നിറഞ്ഞവരെയുമേ എന്ന നമസ്കാരം ചെല്ലുന്നത്. 1 നന്മ നിറഞ്ഞവരെയും ചെല്ലിയാൽ പോരെന്ന് ചോദിക്കും ചിലര്. 1 നല്ലതാണെങ്കിൽ 2 അതിൽ കൂടുതൽ നല്ലതാണ്, 3 അതിൽ കൂടുതൽ നല്ലതാണ്. നമ്മുടെ ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ്. എന്താണ്? ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ മറിയം. ദൈവപുത്രന്റെ അമ്മയാകാൻ ലോകത്തിന്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചിട്ട് ഒരേയൊരു വ്യക്തിയെ ദൈവം യോഗ്യയായി കണ്ടുള്ളൂ, യോഗ്യയായി വേർതിരിച്ചു നിർത്തിയതാണെന്ന് നമുക്കറിയാം. ദൈവപുത്രന്റെ അമ്മയാകാൻ പാപമാലിന്യമില്ലാത്ത ഒരു സ്ത്രീ വേണ്ടി വന്നിരുന്നു. ആ സ്ത്രീയെ ദൈവം അപ്രകാരം ഉത്ഭവ പാപത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തതാണെന്നും നമുക്കറിയാം. പിശാചിന്റെ മേൽ ഈ സ്ത്രീക്ക് അധികാരമുണ്ട്. നമ്മുടെ ഇവിടെ പ്രസംഗിക്കുന്ന മുസ്ലിം പുരോഹിതനായ സുലൈമാൻ നന്നായിട്ട് ഖുർആൻ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നു, ഖുർആനിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, ലോകത്തിൽ 2 വ്യക്തികളുടെ മേൽ പിശാചിന് അധികാരമില്ല എന്ന് ഖുർആനിൽ എഴുതിയിരിക്കുന്നു. 1 യേശു, 2 മറിയം. 2 പേർക്കും പാപമില്ല. യേശു ദൈവപുത്രനായതുകൊണ്ടും മറിയം ദൈവപുത്രന്റെ അമ്മയാകാൻ വേർതിരിക്കപ്പെട്ടതുകൊണ്ടും 2 വ്യക്തികളുടെ മേൽ പിശാചിന് അധികാരമില്ല. മറിച്ച് മറിയത്തിനും യേശുവിനും സാത്താന്റെ മേൽ അധികാരമുണ്ട്. നമ്മള് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ എഴുതപ്പെട്ട 3 വചനമുണ്ട് ആ നമസ്കാരത്തില്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമായ മറിയമേ, തമ്പുരാന്റെ അമ്മേ, തമ്പുരാന്റെ അമ്മ, എന്റെ കർത്താവിന്റെ അമ്മ എന്ന് എലിസബത്ത് പറഞ്ഞ വചനമാണ് എഴുതപ്പെട്ട വചനം. ഇങ്ങനെ 3 എഴുതപ്പെട്ട വചനമുണ്ട് ആ നമസ്കാരത്തില്. എഴുതപ്പെട്ട വചനത്തിലൂടെ പരിശുദ്ധാത്മാഭിഷേകം കടന്നുവരും. സാത്താന്റെ അഭിഷേകം നിർവീര്യമാകും. അതിനാൽ വചനം പഠിക്കാനായിട്ട് നമ്മൾ 10 സമയം മാറ്റിവെക്കണം. 24 മണിക്കൂറിൽ 10 പലപ്പോഴായിട്ട് ബൈബിൾ തുറന്നും വചനപുസ്തകം പരിശോധിച്ചും നമ്മുടെ വചനോത്സവം മാസികം ഡിവൈൻ വോയിസ് ഒക്കെ വായിച്ചാലും കിട്ടും നല്ല വചനങ്ങള് കുറിച്ചെടുത്ത് 4, 5, 10 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് ആ വചനത്തിലൂടെ ചുറ്റുമുള്ള അനേകായിരങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. 5, 10 പ്രാവശ്യം വചനം ഏറ്റുപറയുമ്പോൾ നമ്മുടെ മുറിയിലിരുന്ന്, നമ്മുടെ വീട് മുറി അടച്ചിരുന്നു ഏറ്റുപറയുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷത്തിലേക്കെല്ലാം ദൈവവചന ശക്തി കടന്നു ചെല്ലും. സാത്താന്റെ ശക്തി നിർവീര്യമാകും. വചനം പഠിക്കാത്ത വ്യക്തിയും അതിന് സമയം മാറ്റിവെക്കാത്ത വ്യക്തി, ആ വ്യക്തിയുടെ തല
സാത്താന്റെ വർക്ക്ഷോപ്പായിട്ട് അവൻ മാറ്റും. എപ്പോഴും ദുഃഖചിന്ത, നിരാശയുടെ ചിന്ത, ആത്മഹത്യയുടെ ചിന്ത, വെറുപ്പിന്റെ ചിന്ത, കുറ്റംവിധിയുടെ ചിന്ത, എപ്പോഴും അസ്വസ്ഥതയുടെ ചിന്ത, ഒരു സമാധാനമില്ലെന്ന് പറയും. എവിടുന്നത്? സാത്താൻ അങ്ങനെയുള്ള ചിന്തയാണ് എപ്പോഴും നമ്മുടെ തലയിലോട്ട് കുത്തിവെക്കുന്നത്. കാരണം നമുക്ക് ഏറ്റുപറയാൻ വചനമൊന്നുമില്ല. വചനം പുസ്തകത്തിലാണ് കിടക്കുന്നത്. ഏതാണ് പ്രധാനപ്പെട്ട വചനമെന്ന് അറിയാനും പാടില്ല. വചനം അറിയത്തില്ല എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയത്തില്ല എന്നാണ് അർത്ഥം. അതിനാൽ പ്രിയപ്പെട്ടവരെ, 10-1 സമയം 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ദൈവവചനത്തിനായിട്ട് മാറ്റിവെക്കുക. അപ്പൊ പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്കും പള്ളിയിൽ പോകാനും അതിന് ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ എല്ലാം കൂടി 4 മണിക്കൂറായ കുഴപ്പമില്ല. അതെന്താ? ഇത്രയും നാളും ജീവിച്ചിട്ട് കാര്യമായിട്ടൊന്നും അകത്ത് കയറിയിട്ടില്ല. പിന്നെ കയറിയിരിക്കുന്നത് ആരാ? ചെകുത്താൻ. ദുഃഖത്തിന്റെ ചിന്ത, നിരാശയുടെ ചിന്ത, വെറുപ്പിന്റെ ചിന്ത, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കുക, തെറി പറയുക, സ്നേഹരാഹിത്യം, കഠിന ഹൃദയം, മദ്യപാനം, മ്ലേച്ഛ ചിന്ത. ഇത് പരിശുദ്ധാത്മാവ് തരുന്നല്ലോ നമുക്കറിയാം. സാത്താൻ കുത്തിവെക്കുന്നതാ. എന്തുകൊണ്ട് അവൻ ഇവിടെ കയറി വിലസാൻ പറ്റുന്നു? നമ്മുടെ കയ്യിൽ നമുക്ക് അത്യാവശ്യമായ വചനശേഖരമില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇത് ഗൗരവമുള്ള ഒരു തെറ്റു തന്നെയാണ്. വചനത്തിനു വേണ്ടി സമയം മാറ്റിവെക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ടിവിയുടെ മുമ്പിൽ ഒരുപാട് സമയം, സീരിയലിന്റെ മുമ്പിൽ ചെലവഴിക്കുന്നവരും പശ്ചാത്തപിക്കണം. കാരണം ബഹുഭൂരിപക്ഷം സീരിയലും ഉണ്ടാക്കുന്നത് ദൈവത്തിന്റെ ശത്രുക്കളാണ്. എന്തിനു വേണ്ടി? പണത്തിനു വേണ്ടി. ഏതു തിന്മയും എഴുതിയുണ്ടാക്കി ലക്ഷം കോടി രൂപയൊക്കെ കൊടുത്ത് നല്ല അഭിനയിക്കാൻ കഴിവുള്ളവരെ കൊണ്ട് ഇത് അഭിനയിപ്പിക്കും. ഇത് കാണുന്ന അനേകരിലേക്ക് സാത്താന്റെ ആത്മാവ് കടന്നു ചെല്ലും. അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. നിർമ്മലമായ സ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം പശ്ചാത്തപിക്കണം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറും ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തണം. ദൈവമഹത്വത്തിനു വേണ്ടി നമ്മൾ ജീവിക്കണം. യേശു എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നത്? എന്തിനാ? സ്വത്ത് സമ്പാദിക്കാനല്ലെന്ന് നമുക്കറിയാം. പിന്നെ എന്തിനാ? ഈ ലോക സുഖങ്ങൾ അനുഭവിച്ചു കൂട്ടാനാണോ? അല്ല. ഭൗതിക ജഡിക സുഖത്തിന്റെ പിന്നാലെ പോകാൻ യേശു പറഞ്ഞിട്ടില്ല. യേശുവിന്റെ പരസ്യ ജീവിതം വളരെ ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ ബുക്ക് സ്റ്റോളിൽ കിട്ടും. ശാലോം, സോഫിയ ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും. ത്രൂ ദി ഐസ് ഓഫ് ജീസസ്, യേശുവിന്റെ കണ്ണുകളിലൂടെ 3 വോളിയുണ്ട്, 120 രൂപ വീതമുള്ള വളരെ നല്ല പുസ്തകം. ഓസ്ട്രേലിയയിൽ അലൻ അമിസ് എന്നയാൾക്ക് യേശുവിന്റെ ജീവിതം, പരസ്യ ജീവിതം ദർശനത്തിൽ കിട്ടിയത്, എഴുതി തയ്യാറാക്കിയത് കോട്ടയത്ത് പിറവമെടുത്ത് ഒരു സാറ എന്ന സ്ത്രീ, ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടാണ്, അമേരിക്കയിൽ നിന്നത് വരുത്തി തർജ്ജമ ചെയ്തു. ആദ്യം നമ്മളിവിടെ വിതരണം ചെയ്തു, ഇപ്പം ശാലോംകര അത് വിതരണം ചെയ്യുന്നുണ്ട്. യേശുവിന്റെ കണ്ണുകളിലൂടെ അത് വായിച്ചാൽ മനസ്സിലാകും. യേശുവും ശിഷ്യന്മാരും 3 വർഷം പലപ്പോഴും അവർ കിടന്നുറങ്ങിയത് വഴിയരികിലെ മരത്തണലിലാണ്. ഈശോ പറഞ്ഞു, പറവകൾക്ക് ആകാശമുണ്ട്, പാമ്പുകൾക്കും ആളമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. പലപ്പോഴും ഈശോ ശിഷ്യന്മാരെ നിർബന്ധിക്കുമായിരുന്നു. ഒരു ദിവസം മുഴുവനായിട്ട് അവർ നടന്നാണ് പോകുന്നത്, മിഷണറി യാത്ര, ഉപവസിച്ച് നടക്കാൻ പറയും. ഈശോയും അങ്ങനെ തന്നെ ചെയ്തിരുന്നു. ഈശോ 40 ദിവസം രാത്രിയും പകലും ഉപവസിച്ചു. അത് മാത്രമൊന്നുമല്ല,
യേശുവിന്റെ ജീവിതത്തിൽ ഉടനീളം ഉപവാസത്തിന്റെ രൂപി ഉണ്ടായിരുന്നു എന്ന പുസ്തകം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.